ബട്ടർ ചിക്കൻ ഉണ്ടാക്കാവുന്ന അതിന് വേണ്ടിയിട്ട് 1 കിലോ കോഴി എടുത്തിന് അതിലേക്ക് വേവിക്കാൻ പറ്റുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് പിന്നെ 4 ഞാൻ ചെറുങ്ങനത്തെ ഉള്ളി എടുത്തിന് 4 ഉള്ളീനെ ചോപ്പർക്ക് ഇട്ടിട്ട് കരണ്ടിൻ്റെ മുറിച്ചിട്ടെടുത്താൽ കഴിയും. പിന്നെ ഈ കോഴിനെ ഇല്ലേ ഈ ചോപ്പറിലിട്ടിട്ട് മുള്ളില്ലാതെ കോഴി എടുത്തിട്ട് ഇതിങ്ങനെ ഒരു വലിയ ഇടണം, എല്ലാം കയ്യിലിങ്ങനെ കീറ്റാക്കിയിട്ടിട്ടാൽ മോശമില്ല. പിന്നെ ഒരു സൈഡിൽ ചട്ടി വീണ അതിലേക്ക് എണ്ണ വീത്തിരി ഉള്ളി കായം വെക്കണം. പിന്നെ അതിലേക്ക് പച്ചമുളക് ഇടണം. ഇട്ടിട്ട് ഉള്ളി കായുമ്പോൾ ഇല്ലേ ഈ പറങ്ങട്ടിടണം. പറങ്ങട്ടിട്ട് പിന്നെ തമ്പട്ടാർ ഇടണം. തമ്പട്ട ഇട്ടിട്ട് പിന്നെ ഈ വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളി ഇടണം കുറച്ച്. പിന്നെ ഇഞ്ചിൻ്റെ കഷ്ണം ഇടണം. ഇട്ടിട്ട് ഇത് എണ്ണയിൽ ഇങ്ങനെ കായ്ച്ചിട്ട് എടുക്കണം. പിന്നെ ഇതിനെല്ലാം മിക്സറിലിട്ടിട്ട് അരച്ചിട്ട് എടുക്കണം. പിന്നെ ഇതിൽ ഞാൻ ബട്ടർ ചിക്കൻ മസാല എടുത്തിന്. പിന്നെ മസ്ക ഇടണം. മസ്ക ഇട്ടിട്ട് ഈ ബട്ടർ ചിക്കൻ മസാല ഇട്ടിട്ട് മുളക് പൊടിയും പിന്നെ ഗരം മസാലയും മുളക് പൊടിയും ജീരാപ്പൊടിയും ഇട്ടിട്ട് അങ്ങനെ മിക്സ് ആക്കണം. ഉപ്പും കൊത്തമ്പാരിപ്പൊടി കുരുമുളക് പൊടി ഈ മിക്സായ പിന്നെ ഈ അരച്ചിരി വെച്ചില്ലേ ഈ അരച്ചിരി വെച്ച മസാല ഒഴിക്കണം. ഇതിൽ ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ആക്കണം. നല്ല ഇതിൻ്റെ മണം മാറുന്നത് വരെ ഇതിങ്ങനെ മിക്സാക്കിയിട്ട് എണ്ണ മുകളിലേക്ക് വരുന്നില്ല അപ്പോഴേക്ക് ഈ കോഴി നമ്മൾ ഇതാക്കിയിട്ട് വെച്ചില്ലേ ചോപ്പറിൽ അതിന് കിട്ടാൻ കഴിയും. ഇതിലിട്ട് അങ്ങനെ മിക്സാക്കിയ പിന്നെ ഇങ്ങനെ എണ്ണയെല്ലാം മുകളിലേക്ക് വന്നേ പിന്നെ വേക്ക് ഈ ഫ്രഷ് ക്രീം ഇടണം. പിന്നെ നമുക്ക് വെള്ളം വേണമെങ്കിൽ കോഴി തിളപ്പിച്ചില്ലേ അതിൻ്റെ വെള്ളത്തിന് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചാൽ കഴിയും. അതേക്കോ നമുക്ക് വെള്ളം മുദ്ദ വേണം മുദ്ദ, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നന്നായി വെള്ളം വീത്താൻ പാടില്ല. പിന്നെ അതിലേക്ക് മേലേക്ക് കൊത്തിമീരെല്ലാം ഇട്ടിട്ട് റെഡിയായതേക്കോ. പാവിൻ്റെ കൊത്ത ചപ്പാത്തീൻ്റെ കൊത്തെല്ലാം തിന്നാൻ നല്ല ടേസ്റ്റ്. ഈ ചാനൽ ആരെങ്കിലും പുതിയത് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ആക്കാനും ഷെയർ ആക്കാനും മറക്കണ്ട.